ആരോടോ പറഞ്ഞ ഏതോ ഒരു വാക്ക് നിമിത്തമല്ലേ ആ വ്യക്തി നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നത്? നമ്മുടെ ഏതോ ഒരു ആറ്റിറ്റ്യൂഡിൽ വന്ന പിഴവല്ലേ ബന്ധങ്ങൾ പലതും നമ്മളിൽ നിന്ന് ശിഥിലമായി പോയത്? നമ്മൾ എവിടെയോ കാണിച്ച ചില എടുത്തുചാട്ടങ്ങളല്ലേ ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതും ബന്ധുക്കൾ ശത്രുക്കളായതും മിത്രങ്ങൾ ശത്രുക്കളായതും ബന്ധങ്ങൾ ബന്ധനങ്ങളായതും? എന്നാൽ നമ്മുടെ ദൈവം നമ്മളോട് ആ നിലയിൽ പെരുമാറിയിരുന്നു എങ്കിൽ എത്രയോ ദിവസങ്ങൾ നാം പ്രാർത്ഥിക്കാതെ ഇരുന്നു. എന്തെല്ലാം പാപങ്ങൾ മുൻകാലങ്ങളിൽ കർത്താവിലേക്ക് നിങ്ങൾ വരുന്നതിന് മുൻകാലങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്തു. ദൈവത്തിലേക്ക് വന്നതിന് ശേഷവും എത്രയോ തെറ്റുകളും കുറവുകളും നിങ്ങളിൽ സംഭവിച്ചു കാണും. ഇതെല്ലാം നിങ്ങളെപ്പോലെ ദൈവം ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച് ഇതെല്ലാം ഓർത്തിരുന്ന് ഇതിൻ്റെ പുറകെ ഒരു വടിയുമായി ദൈവം നടന്നിരുന്നെങ്കിൽ അടി കൊള്ളാനല്ലേ നേരം കാണുള്ളായിരുന്നു. അപ്പോൾ ക്ഷമ എന്താണ്? 10,000 താലന്ത് ഇളച്ചു കിട്ടിയവൻ 100 താലന്ത് കടം മേടിച്ചവനോട് ക്ഷമിക്കുന്നു, അവനെ വിട്ടയക്കുന്നു, നടപടികൾ കൈക്കൊള്ളുന്നില്ല. അതാണ് മത്തായി 18:35 യേശു പറയുന്നത്, നിങ്ങളിൽ ഒരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ദൈവം എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണോ? പറ. ദൈവം എൻ്റെ അകൃത്യങ്ങളെ എന്നോട് ക്ഷമിക്കണോ? ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ദൈവം എന്നോട് ക്ഷമിക്കണമെങ്കിൽ, ദൈവം എൻ്റെ പിഴവുകളെ എന്നോട് പൊറുക്കണമെങ്കിൽ, എൻ്റെ സഹോദരനോട് ഞാൻ കാണിക്കുന്ന, എൻ്റെ സഹപ്രവർത്തകനോട് ഞാൻ കാണിക്കുന്ന, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ ചുറ്റും നിൽക്കുന്നവരോട് ഞാൻ കാണിക്കുന്ന എൻ്റെ മനോഭാവം എന്താണോ ആ അളവുകോലിലാണ് ദൈവം എന്നോടും ക്ഷമിക്കുന്നത്.